വചനമൊഴി നവംബർ 8. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 10:9-16. ലൂക്കായുടെ സുവിശേഷം 5:1-11. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ദൈവവചനം ശ്രവിക്കാൻ ജനക്കൂട്ടം ഈശോയുടെ ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്തു കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമിയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു. വഞ്ചിയിലിരുന്ന് അവൻ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കി നിങ്ങളുടെ വലയിറക്കുക. ശിമിയോൻ മറുപടി പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. അങ്ങനെ ചെയ്തപ്പോൾ വളരെ വലിയൊരു മത്സ്യക്കൂട്ടത്തെ അവർ പിടിച്ചു. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിന് വരാൻ ആംഗ്യം കാണിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ഇത് കണ്ടപ്പോൾ ശിമിയോൻ പത്രോസ് ഈശോയുടെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾ നടത്തിയ മീൻപിടുത്തത്തെ പറ്റി ശിമിയോനും കൂടെയുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികളായ സെബെദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. ശിമിയോനോട് ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരകടിപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോനാഥൻ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചത്. ഈശോ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാനാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ജോലി നിർത്തി പോകുവാൻ ഒരുങ്ങുന്നവരോടാണ് ഈശോ പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ. ആഴത്തിലേക്ക് നീക്കി വലയിറക്കിയാൽ ഫലം ലഭിക്കും. ക്രിസ്തീയ ശിഷ്യത്വം ആഴമായൊരു ആത്മീയതയിലേക്കുള്ള വിളിയാണ്. ഓളങ്ങളിൽ തങ്ങി നിൽക്കാതെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുക. മിശിഹായെ അനുഗമിക്കുന്നവരായി മാറുവാൻ, മിശിഹായുടെ ശിഷ്യന്മാരായി മാറുവാൻ, മിശിഹായിലൂടെയുള്ള ജീവിതത്തിന്റെ ഫലം ലഭിക്കുവാൻ ആഴങ്ങളിലേക്ക് വലയിറക്കുന്നവരാകുക. കർത്താവിന്റെ വചനമനുസരിച്ച് അധ്വാനിക്കുന്നവരായി മാറുക. വഞ്ചിയിലിരുന്ന് പഠിപ്പിക്കുന്ന കർത്താവിന്റെ സ്വരം ശ്രവിക്കുവാനും അവിടുത്തെ വചനമനുസരിച്ച് ആഴങ്ങളിലേക്ക് വലയിറക്കുവാനും നമുക്ക് സാധിക്കുക. സഭയാകുന്ന വഞ്ചിയിലൂടെ ഇന്നും ഈശോ പഠിപ്പിക്കുന്നു, ഓളങ്ങളിൽ തങ്ങി നിൽക്കാതെ ആഴങ്ങളിലേക്ക് വലയിറക്കുവാൻ. ആത്മീയതയുടെ ജീവിത ശൈലി നമ്മിൽ രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തീയ ഫലങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കും. ഈശോ ആഗ്രഹിക്കുന്നത് ഓളങ്ങളിൽ തങ്ങി നിൽക്കുവാനല്ല, ആഴങ്ങളിലേക്ക് വലയിറക്കുവാനാണ്. നമുക്കും അനുദിന ജീവിതത്തിൽ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും ആത്മീയത ഒരു ജീവിത ശൈലിയായി രൂപപ്പെടുത്തിക്കൊണ്ട് ഫലം നൽകുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.